ആത്മഹത്യയെക്കുറിച്ച് ഞാനും അപ്പച്ചനും കൂടി വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ കേസിനെ കുറിച്ച് സംസാരിച്ചു. ഇങ്ങനെ കേസ് ഫയൽ ചെയ്ത അപ്പച്ചനോട് പറഞ്ഞപ്പോൾ പല കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ചോദിച്ചാൽ ആരാണ് വക്കീലുള്ളതെന്ന് ചോദിച്ചു. നമ്മളിങ്ങനെ അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ്. അപ്പോൾ അപ്പച്ചന് കൃഷ്ണരാജനെ കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ കൃഷ്ണരാജന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു നല്ല ലോയറാണ്, കുമ്മനം രാജശേഖരൻ, സ്വപ്ന സുരേഷൊക്കെ കൃഷ്ണരാജന്റെ ക്ലയൻസ് ആണ്, അവർക്ക് വേണ്ടി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, എന്റെ സുഹൃത്താണ്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അറിയില്ല. അപ്പം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു കുറച്ച് ഫോട്ടോസ് കാണിച്ചു കൊടുത്തു കൃഷ്ണരാജന്റെ. അപ്പോൾ അപ്പച്ചൻ എന്നോട് ചോദിച്ചു, നീ പാസേജ് ഫിലിം കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടിട്ടുണ്ട്. എടുത്തു. അത് സെക്കൻഡ് വേൾഡ് വാറിലെ അതിനെക്കുറിച്ചുള്ള ഫിലിമാണ്, ചില സംഭവങ്ങളെ കുറിച്ച്. അതിൽ ആന്റണി കുന്നായിരുന്നു ഹീറോ, അറിയുമോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയാം. അപ്പോൾ പറഞ്ഞു ആന്റണി കുൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അറിയുമെന്ന് ചോദിച്ചു. അതും എനിക്കറിയാമെന്ന് പറഞ്ഞു. അതിലൊരു ഗസ്റ്റപ്പോ ഉണ്ടല്ലോ. ഗസ്റ്റപ്പോ എന്ന് പറഞ്ഞാൽ ജർമ്മൻ രഹസ്യ പോലീസിലെ ആൾക്കാരാണ് ഗസ്റ്റപ്പോസ്. ഇത് ആ ഗസ്റ്റപ്പോനെ പോലെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് ചിരിച്ചു അപ്പച്ചൻ. അത് ഞാനും ചിരിച്ചു. അപ്പച്ചൻ പറഞ്ഞപ്പോഴാണ് എനിക്കത് സ്ട്രൈക്ക് ചെയ്തത്. അത് അപ്പച്ചൻ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നു. കാരണം ആ ഗസ്റ്റപ്പോയുടെ യൂണിഫോം കൃഷ്ണരാജിട്ടാല് ആ ഗസ്റ്റപ്പോണെന്ന് നമ്മൾ വിചാരിക്കുള്ളൂ. ഫിസിക്കൽ ഫീച്ചേഴ്സ് കൊണ്ട് കാണുന്നൊരു സമീപം മാത്രമാണ്. തമാശയാണത്. അല്ലാണ്ട് കൃഷ്ണരാജ് ഗസ്റ്റപ്പോണെന്നോ അതെന്നല്ല ഞാൻ പറയുന്നത്. അപ്പച്ചൻ പറഞ്ഞ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് പറഞ്ഞ അന്നത്തെ ആ സീൻസൊക്കെ ഓർമ്മയുണ്ടാവും ഫിലിമിൽ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ട്. അപ്പച്ചൻ പറഞ്ഞ ആ ഗസ്റ്റപ്പോ ഒരാളെ ടൗണിൽ നിന്ന് രാത്രി പിടിക്കുന്നുണ്ട്. പിടിച്ചിട്ട് ഗസ്റ്റപ്പോന്റെ ഫ്ളാറ്റിലേക്ക് കൊണ്ടിരുന്നു. അപ്പോൾ കയ്യാമോ വെച്ചിട്ടോ മർദ്ദിച്ചിട്ടോ ഒന്നല്ല കൊണ്ടുവരുന്നത്, ചിരിച്ചു കളിച്ചാണ് അവർ വരുന്നത്. ഇടയ്ക്ക് തോളത്ത് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും രണ്ട് ഫ്രണ്ട്സ് നടന്നു പോകുന്നല്ലേ തോന്നുള്ളൂ. പക്ഷെ പിടിക്കപ്പെട്ട ആൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഓടാനോ വല്ലതും രക്ഷപ്പെടാനോ ശ്രമിച്ചാൽ അപ്പം തന്നെ വെടിവെച്ചുള്ളൂ. അത് പിടിക്കപ്പെട്ട ആൾക്കറിയാം. അതുകൊണ്ട് അവർ തമാശയൊക്കെ പറഞ്ഞിങ്ങനെ ഫ്ളാറ്റിലേക്ക് വരുന്നു. ഫ്ളാറ്റിൽ വന്നു കഴിഞ്ഞിട്ട് ഇവർ തമാശ പറയുന്നത് ചിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു TV കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്തൊക്കെ സീനൊക്കെ ഉണ്ട് അതിൽ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് കിച്ചണിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ ഗസ്റ്റപ്പോ. ഈ തടവിലാക്കപ്പെട്ട ആളുമുണ്ട്. പക്ഷെ അവർ രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ സംസാരിച്ചിരുന്ന് കിച്ചണിൽ രണ്ടുപേരും കൂടി ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നിട്ട് നമുക്ക് കാണുന്നു. വെജിറ്റബിൾസ് കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് അരിയുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെ പിടിക്കപ്പെട്ട ആളും നിൽപ്പുണ്ട്. ഇവർ രണ്ടും കൂടി ഇത് പ്രിപ്പയർ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കാണുന്നത് പിടിക്കപ്പെട്ട ആളുടെ വിരലുകൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഗസ്റ്റപ്പോ വലിയ മൂർച്ചുള്ള കത്തി കൊണ്ട് ഇങ്ങനെ മുറിക്കുന്നതാണ് ചിരിച്ചോണ്ട്. അത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. ഇതിപ്പോ ആ ഗസ്റ്റപ്പോനെ പോലെ ഇരിക്കുന്നുണ്ടല്ലോ എന്ന് തോന്നുന്നു. അത് കൃഷ്ണരാജനെ കുറിച്ച് പറഞ്ഞാണ്, തമാശയ്ക്ക് പറഞ്ഞാണ്, അല്ലാണ്ട് ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. യൂണിഫോം ഇട്ടാൽ അതുപോലെ ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ ശരിയായിരിക്കും എന്ന് പറഞ്ഞു. ആശയായിട്ട് അതിന് ഒരു ബന്ധമില്ല. ആശ ആ കേസ് ഫയൽ, ആ കേസിനെ കുറിച്ചുള്ള ഡിസ്കഷനിൽ വക്കീലാരാന്ന് ചോദിച്ചപ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണരാജാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആരാന്ന് ചോദിച്ചാൽ ഫോട്ടോ കാണിച്ച് കൊടുത്തു. ഫോട്ടോ കാണിച്ചപ്പോൾ അപ്പൊ തന്നെ ഈ കാര്യങ്ങൾ വെറുതെ തമാശയ്ക്ക് പറഞ്ഞു എന്നുള്ളൂ. ഞങ്ങൾ കുറച്ചേരം ഇരുന്ന് ചിരിക്കുകയും ചെയ്തു.